യുഎയിലെ പ്രമുഖ എണ്ണ വ്യവസായ കേന്ദ്രമായ ഫുജൈറയിൽ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 3 ഇന്ത്യൻ പൌരന്മാർക്ക് പരിക്കേറ്റ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ രംഗത്ത്. മേഖലയിലെ സാധാരണക്കാർക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെയുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. യുഎയിലെ ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രി സോണിന് നേരെ ഇന്നലെയാണ് ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തെ തുടർന്ന് എണ്ണ സംഭരണ കേന്ദ്രങ്ങളിൽ വലിയ തീപിടുത്തമുണ്ടായി. പരിക്കേറ്റ 3 ഇന്ത്യക്കാരും ചികിത്സയിലാണ്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ട്. ആക്രമണത്തെ അപലപിച്ച വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടു. അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിന്നിരുന്ന വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടതിന് പിന്നാലെയാണ് മേഖലയിൽ വീണ്ടും ആക്രമണങ്ങൾ രൂക്ഷമായത്. ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. ആക്രമണത്തെ തുടർന്ന് ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളും ഇറാനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. യുഎഇയിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുകയും ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. കഴിഞ്ഞ ഒരു മാസമായി നിലനിന്നിരുന്ന താൽക്കാലിക വെടിനിർത്തലിന് ശേഷമാണ് മേഖലയിൽ വീണ്ടും യുദ്ധസാഹചര്യം ഉണ്ടായത്. പശ്ചിമേഷ്യയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കാൻ നയതന്ത്ര ഇടപെടൽ വേണമെന്നും ഇന്ത്യ ആവർത്തിച്ചു. യുഎഇയുടെ പിന്മാറ്റത്തിന് പിന്നാലെ പ്രതിദിന എണ്ണ ഉൽപാദന വീതം വർദ്ധിപ്പിച്ച ഒപെക് പ്ലസിലെ 7 രാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു. പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മ ഒപെക് പ്ലസിലെ സൗദി അറേബ്യ, റഷ്യ, അൾജീരിയ, ഇറാഖ്, കസാഖിസ്ഥാൻ, കുവൈറ്റ്, ഒമാൻ എന്നിവയാണ് ഉൽപാദനം കൂട്ടുന്നത്. ഇവ 7 ചേർന്ന് ജൂണിൽ പ്രതിദിനം 1.88 ലക്ഷം വീപ്പ എണ്ണ അധികമായി ഉൽപ്പാദിപ്പിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധം ആഗോള എണ്ണവില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ തീരുമാനം. എണ്ണ വിപണിയിലെ സ്ഥിരത നിലനിർത്തുന്നതിനുള്ള കൂട്ടായ പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായാണ് തീരുമാനമെന്ന് ഒപെക് പ്ലസ് പ്രസ്താവനയിൽ അറിയിച്ചു. 5 പതിറ്റാണ്ടിലേറെ നീണ്ട ബന്ധം അവസാനിപ്പിച്ച് വെള്ളിയാഴ്ച ഒപെക് വിട്ട യുഎഇയെക്കുറിച്ച് പരാമർശിക്കാതെയാണ് പ്രസ്താവന. അതേസമയം കടലാസിലെ വർധന യഥാർത്ഥ ഉൽപാദനത്തെ കാര്യമായി സ്വാധീനിക്കില്ല എന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി കാരണം മുൻപ് നിശ്ചയിച്ച പരിധിയിലും കുറവാണ് ഇപ്പോഴത്തെ ഉൽപാദനം. ഫെബ്രുവരിയിൽ പ്രതിദിനം 3.673 കോടി വീപ്പി ആയിരുന്നു ഉൽപാദനം. മാർച്ചിൽ ഇത് 2.768 കോടി വീപ്പി ആയി കുറഞ്ഞു. ഒപെക് പ്ലസ് ഇനിയും ഖനനം ചെയ്തിട്ടില്ലാത്ത എണ്ണ ശേഖരമുള്ളത് ഗൾഫ് മേഖലയിലാണ്. ഫെബ്രുവരി 28-ന് ഇസ്രയേലും യുഎസും ചേർന്ന് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി മാർച്ച് ആദ്യം മുതൽ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി പ്രതിസന്ധിയിലാണ്. ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ, യുഎഇ എന്നീ രാജ്യങ്ങളെയാണ് ഇത് കാര്യമായി ബാധിച്ചിരിക്കുന്നത്. യുഎഇയുടെ എണ്ണ ഉൽപാദനം ഇനി മുതൽ ഒപെക് പ്ലസ് കോട്ടയുടെ ഭാഗമല്ല. സമീപകാലത്ത് എണ്ണയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏതാനും വർഷം കൊണ്ട് കാര്യമായി നിക്ഷേപിച്ചിരിക്കുകയാണ് യുഎഇ. അടുത്ത 2 വർഷം കൊണ്ട് പുതിയ പദ്ധതികൾക്കായി $5,500 കോടി ചെലവിടുമെന്ന് യുഎഇ അറിയിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ എണ്ണ കമ്പനിയായ അഡ്നോക്കാണ് അറിയിച്ചത്. ഇറാൻ യുദ്ധത്തെ തുടർന്നുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധി ഏഷ്യൻ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുന്നതായ റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരാണ് ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങൾ. യുദ്ധം മൂലമുണ്ടായ വിലക്കയറ്റത്തിൽ നിന്നും ഇന്ധനക്ഷാമത്തിൽ നിന്നും തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാൻ ബദൽ മാർഗങ്ങൾ തേടുകയാണ് എല്ലാവരും. ഊർജ്ജ പ്രതിസന്ധിയെ തുടർന്ന് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് മേഖലയിലെ രാജ്യങ്ങളുടെ 2026 വളർച്ചാ നിരക്ക് 5.1% നിന്ന് 4.7% കുറച്ചു. പണപ്പെരുപ്പം 5.2% ഉയരുമെന്നും ബാങ്ക് മുന്നറിയിപ്പ് നൽകുന്നു. ലോകത്തെ എണ്ണവാതക വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ വീണ്ടും ആക്രമണം തുടങ്ങിയത് കനത്ത തിരിച്ചടിയാണ്. കടലിടുക്ക് യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇറാൻ ഭാഗികമായി അടച്ച ഘട്ടത്തിൽ തന്നെ ഏഷ്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ 30% കുറവുണ്ടായിരുന്നു. 2015 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിലയിലാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇപ്പോഴത്തെ എണ്ണ ഇറക്കുമതിയുള്ളത്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളായ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നിവയാണ് പ്രതിസന്ധി ഏറ്റവും ബാധിക്കപ്പെട്ട രാജ്യങ്ങൾ. എണ്ണയ്ക്കായി ഖത്തറിനെ അധികമായി ആശ്രയിച്ചിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ പകരം സംവിധാനത്തിന് അധികം പണം ചെലവഴിക്കേണ്ട സ്ഥിതിയിലാണ്. ഇന്തോനേഷ്യ റഷ്യയിൽ നിന്ന് 150 ദശലക്ഷം ബാരൽ എണ്ണ വാങ്ങാൻ പദ്ധതിയിടുന്നുണ്ട്. അമേരിക്കയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചാണ് ജപ്പാൻ പ്രതിസന്ധി മറികടക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഷിപ്പിംഗ് ചെലവ് വർദ്ധിക്കുന്നത് തിരിച്ചടിയാണ്. ഇന്ത്യയും റഷ്യയെ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. യുദ്ധം തുടങ്ങി ഫെബ്രുവരി 3 മുതൽ ഫിലിപ്പൈൻ പെസോ 5%, തായ് ഫട്ട്, ഇന്ത്യൻ രൂപ എന്നിവ 3%-ലധികവും മൂല്യത്തകർച്ച നേരിട്ടിട്ടുണ്ട്. യുദ്ധം നീളുന്നത് മേഖലയുടെ സാമ്പത്തിക ഭദ്രതയെ തകിടം മറിക്കുമെന്ന ആശങ്കയിലാണ് വിദഗ്ധർ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.